Take mere photo, me take mere photo. The door will arrive. അങ്ങനെ പറയും. എന്നോട് ഫുള്ളി കുത്തും, ജാസിക്ക് ഹാഫ് കൊത്തും, പക്ഷെ ഞങ്ങക്ക് രണ്ടൊക്കെ കൊത്തു കുറെ ടെസ്റ്റ് ഉണ്ട്. ഞെട്ടിട്ടോ കമോൺ കമോൺ നോക്കി തടി നോക്കി മെല്ലെ തീറ്റ തോന്നുന്നു. ജിമ്മിനോ പോയി കഴിച്ചിട്ട് ഇതാണ് അത്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മള് ഇന്ന് ഒരു സർപ്രൈസ് സ്ഥലത്തേക്ക് വന്നിക്കാണ്. സർപ്രൈസ് സ്ഥലത്തേക്ക് ഒന്നല്ല കേട്ടോ. സർപ്രൈസ് സ്ഥലം ഈ സ്ഥലം നമ്മളെ നാട്ടിലില്ല, ബാംഗ്ലൂർ മാത്രമാണ് സർപ്രൈസ് സ്ഥലം. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ സ്ഥലം. ഞാനും ജാസിയും ഞാനും. അപ്പൊ ഇങ്ങക്കും കൂടി ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ. അതിനാണ് ഞങ്ങള് വന്നിക്കണേ. ഇത് ഏക്കർ കണക്കിന് സ്ഥലാണ്. ഇത് എങ്ങനെ ഈ സ്ഥലം ഉണ്ടായത് ചോദിച്ചാ, ഈ സ്ഥലം ഉണ്ടായത് എങ്ങനെ ചോദിച്ചാ, കർണാടക ഗവൺമെന്റിന് നമ്മളെ തേക്ക് വീഴ്ചല്ലേ, നമ്മളെ തേക്ക് വീഴ്ച തുടങ്ങിയപ്പോ കുയിന്ത് നമ്മള് നല്ല പൈസ ഉണ്ടാക്കില്ലേ, ഇത് ഫ്രീ ആണ്. അപ്പോലെ പൈസ ഇപ്പോഴല്ല വാങ്ങാ, ഓരോ ഫെസ്റ്റിവൽ ഇവിടെ വെക്കും. അതൊക്കെ അറിയായിട്ടാണ്. പണ്ട് ഞാൻ ഇവിടെ വന്നാലേ എനിക്കിപ്പോ ബാംഗ്ലൂരിനെ പറ്റി എന്തൊക്കെ അറിയാ ചോദിച്ചാ പറയാ, ഇത് ഗവൺമെന്റ് അങ്ങനെയല്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കബൻ പാർക്ക്. The door will arrive. അങ്ങനെ പറയും. മെട്രോ പോയി കാണാൻ പഠിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. മുന്തിന നിൽദാനു കബൻ പാർക്ക്. The door is the door ഇടത്തെ തെരിയ വിടും. ഞാൻ പെട്ടെന്ന് കന്നഡ പഠിച്ചു. കന്നഡൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ ആസിനോട് കന്നഡ സംസാരിക്കണം കേൾക്കണം. എനിക്കല്ലോ എന്തായിത്തു എന്തായിത്തു അങ്ങനെ ചോദിക്കുക. എന്തായിത്തു കിട്ടാ ഒன்று ജാസിക്ക് അറിയില്ല. എനിക്ക് കന്നഡ അറിയില്ല. എനിക്കറിയാം. ഞാൻ കന്നഡ കുത്തും, എനിക്ക് കന്നഡ കുത്തും. സ്വല്പ അല്ല, എനിക്ക് കന്നഡ ഫുള്ളി കുത്തും, ജാസിക്ക് ഹാഫ് കൊത്തും, പക്ഷെ ഞങ്ങക്ക് രണ്ടൊക്കെ കൊത്തു കുറെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രോഡക്ഷൻ. പെണ്ണുങ്ങളൊക്കെ നോക്കണോ. ഞങ്ങള് ഞായറാഴ്ച വന്നാണ്. റിനൂസ് ഒന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റൂമില്. അപ്പൊ മന്തിയൊക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങൾ മന്തിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കും. ഫുഡിന് എന്തിനെടുക്കണേ? അത് ഞങ്ങൾ ഫുഡ് ബാഗിലാക്കിയിട്ട് എങ്ങനെ അക്ഷരസ് കൂടെ തെറ്റുണ്ടോ നോക്കണല്ലേ. ഫുഡ് എടുത്തിട്ട് ഞങ്ങള് അവിടെ പോയി കഴിച്ചിട്ട് കയ്യാകൂലേ. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വരട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഞങ്ങള് നോക്കിയിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കണത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ എവിടെ എത്തിയറിയോ? കവൻ പാർക്കിൽ എത്തിട്ടോ. ജാസി എവിടെ? ഇങ്ങോട്ടേക്ക്
ഗ്യാസ് നീളെ ലോണ്ടിച്ച് പിടിച്ചിട്ട് എത്തണില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്. ഞങ്ങൾ ഫുഡ് നല്ല സ്ഥലം തപ്പിയോണ്ട് ഫുള്ള് ആൾക്കാരാണ്. ഇന്ന് സൺഡേ കൊണ്ട് കുറേ പേരുണ്ട് കേട്ടോ. ഒരു കുട്ടി കേൾക്കണ വേക്കിലായിരുന്നു. ഈ കുട്ടിയെ എന്നാര കുട്ടിയെ ബാ പ്ലീസ് സ്റ്റാൻഡ് അവേ ഫ്രം ദി ഡോർ. നെക്സ്റ്റ് ഡേ അങ്ങോട്ട് പോകണം. ഞങ്ങൾ അങ്ങോട്ട് അതിന് പിന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് തപ്പി സ്ഥലം കിട്ടി. ഇവിടെ ഇരുന്ന് കഴിക്കാണ്. കൊറേ ഉണ്ട് നടക്കാന്. ഏക്കറ കണക്കിന് കിടക്കുന്നത് ഇങ്ങനെ മരങ്ങളും കാട് കാടല്ലല്ലോ, എന്താ ഗ്രൗണ്ട് പോലെ കിടക്കുന്നത്. ഇങ്ങനെ എങ്ങനത്തെ ഗ്രൗണ്ടിലാ മരം ഉണ്ടാവുക? നല്ല ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് തപ്പി പിടിച്ച സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനല്ല, ജാസിയാണ്. ഇവിടെ ഇരിക്കാണ് കേട്ടോ. നമ്മള് വിരിക്കാൻ സാധനം ഒന്നും കൊണ്ടിട്ടില്ല അല്ലേ? എനിക്ക് ഇന്ന ഡ്രസ് ഉണ്ട്. ജാസി ഒന്ന് കേട്ടാവോ? ഞാൻ ഇങ്ങനെ ചെരുപ്പ് വെച്ച് കാണാൻ ഇങ്ങനെ ഇരിക്കൂട്ടോ. വൈരിക്കി വല്ലതും തരണേ. ബാഗെല്ലാം ഓപ്പൺ ചെയ്തിട്ട് എന്താ ബാഗിലെന്തല്ലോ റീനൂസ്? ബാഗില് ഒരു സാധനം ഉണ്ട് കേട്ടോ. ഒന്നും എടുക്കല്ലോ. റീനൂസ് രാവിലെ എണീറ്റിട്ട് റൂമിന്ന് ഉണ്ടാക്കിയതാണ്. അതായത് മന്തി അല്ല റീനൂസ്? അല്ല. പാവന്റെ കുട്ടീന്റെ കൈയെല്ലാം പൊള്ളിട്ട് കാണിച്ചിട്ടോ. റീനു കൈ കാണിച്ചിരുന്നത് പൊള്ളി ഫുഡ് ഉണ്ടാക്കിയാലും പൊള്ളി കാണിച്ചിരുന്നത്. പാവം ഇത് മന്തിന്റെ എഫക്റ്റ് ആട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ മന്തിന്റെ എഫക്റ്റ് ആണെന്നുള്ളത്. ഇതാണ് നമ്മളെ ഫുഡ് കൈയ്യക്കണം. അപ്പം അവർ ജാസും കൂടി ഇരിക്കും. നമുക്ക് സ്റ്റാൻഡേർഡ് വെക്കാം. ഓപ്പൺ ചെയ്യാം, കാണിക്കട്ടെ, സാധനം കാണിക്കട്ടെ. സാധനം ബുദ്ധി കൂടാവും ആൾക്കാര്. ഇതാണ് നമ്മളെ മന്തി. റൈസ് മയോണൈസോ സോസൊന്നും ഇല്ല, അച്ചാറൊന്നും ഇല്ലേ? നമ്മളടുത്ത് പാത്രമൊന്നും ഇല്ല. ഇപ്പൊ തൽക്കാലില്ല. അച്ചാറോ ഇതാണ് മയോണൈസ്. ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഞാനതൊക്കെ ഉണ്ടാക്കൂട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. 2 മണി സമയം അല്ലേ? ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഞാൻ വാരിത്തട്ടെ. എനിക്ക് വാരിത്താ. അങ്ങനൊക്കെ തരുന്നു. മസാല ചിക്കൻ എങ്ങനെയുണ്ട് അഭിപ്രായം പറ. വാരി തരാൻ പറ്റി. അപ്പൊ അങ്ങനെ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ. എപ്പോഴും ഞാൻ ഫുഡ് കഴിച്ച് ഫസ്റ്റ് കഴിയും. റീനൂസ് ഇങ്ങനെ തപ്പി തിരഞ്ഞ് മറ്റേ ഒരു വരി ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കും. അത് മുളകുണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ടാണ് ഇങ്ങനെ ഇരിക്കും. ഇനി മതി, ഇത്ര നിന്ന് 2 നിൽക്കണം. ഇത്രങ്ങാനും മരങ്ങളിലേതെങ്കിലും ഒന്നുമില്ല. ലാസ്റ്റിലെ ബർക്കത്ത് പറഞ്ഞിട്ടില്ല മെച്ചി? എങ്ങനെയാണ്? ബർക്കത്താണ് പറയാം. ബർക്കത്താണ്. അതൊക്കെ തിന്നാ തുള്ളി വാക്കിയാക്കത്ത്. ഇതിലാണ് ബർക്കത്ത്. എനിക്ക് ബർക്കത്താണ്ട. നിങ്ങളെന്നോളി, നിങ്ങളെ ബർക്കത്ത്. എനിക്കുള്ള ബർക്കത്ത് എന്റെ അടുത്തുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇന്ന കത്തുക്കൊന്നും നിക്കൊന്നുമില്ല ലാസ്റ്റോ. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ തേരാപ്പാര വീട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബർത്ത്ഡേ ആഘോഷിക്കണം. അങ്ങോട്ട് ആഘോഷിക്കാൻ അവിടെ. പിന്നെ നമ്മളമ്മേന്റെ കുട്ടിയല്ലേ. അതിപ്പോ എന്താ, അതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് അത് ആഘോഷിക്കാം. നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്താലോ? ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു കേട്ടോ. മരത്തിന്റെ മേലെ പേരല്ലേ. നമ്മളിപ്പം അങ്ങനെ കബൻ പാർക്ക് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാ കാണിച്ചു.
ഇത് വന്നോടത്ത് കൂടെ ഏതാ വന്ന വഴിന്ന് അറിയില്ല, നമുക്ക് അത്രക്ക് വഴിയുണ്ട്. വാ ചങ്ങായിയാക്കണത് മര്യാദ നടന്നു. നല്ല തിരക്കുണ്ട്. ഇവർക്കൊക്കെ പെരിയിലിരുന്നൂടെ, നമ്മള് പുറത്ത് ഇറങ്ങുന്ന ദിവസം തന്നെ ഓല ഇറങ്ങണം. ശരിയല്ലേ? ആ അപ്പൊ നമ്മള് അണ്ടർഗ്രൗണ്ടിലെ നടന്നുകൊണ്ടിരിക്കും. കിട്ടുമെന്ന് അറിയില്ല, ഭയങ്കര ക്യൂട്ടായിരുന്നു നേരത്തെ ഞങ്ങൾ പോയപ്പോ. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി പോയി നോക്കട്ടെ, ചിലപ്പോ കിട്ടാനും ഭാഗ്യമുണ്ട്. 9 മണിയുണ്ട് രാത്രി. അപ്പൊ മീനൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ഇതുവരെ പോയിട്ടില്ല, പോയി നോക്കാം. നമ്മള് ഒരു തവണ വന്നീനു അല്ലേ, കഴിഞ്ഞ വെക്കേഷന് ഞാൻ വന്നപ്പോ. അന്നെന്തോ അന്ന് ലീവ്, തിങ്കളാഴ്ച ലീവ്. ഇവിടെ വേറെ പാർക്ക് ഉണ്ടല്ലേ? പാർക്ക് നമുക്ക് നമ്മളെ മറ്റേ നിലമ്പൂർ പാട്ടൊക്കെ പോലെ പറ്റൂല, അതിന് നമ്മക്ക് ഇഷ്ടപ്പെടൂല അല്ലേ? ഞാനൊക്കെയാണ് തളർന്നു. നല്ല ക്രൗഡാണ്, നല്ല പറഞ്ഞാരി കാണിച്ചാൽ അത്ര ആൾക്കാർ. അത്ര ഞങ്ങൾ നടക്കണെന്ന് പറയുമ്പോ ഒരു കണ്ടോ, കാണണ്ടോ? നല്ല ക്യൂ ആണ്. ജാസ് എനിക്ക് മോമോസ് വാങ്ങാൻ പോയതാട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫോണിലെടുത്താണ്, വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ക്യൂ നീങ്ങുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടൊരു സമാധാനം. ഇത്രയും നേരം വരി ഇവിടെ എത്തി ഗൈസ്. അതാണ് എൻട്രി കാണുന്നത്. എന്താ ചോക്കൻ മോമോസ്, ചിക്കൻ മോമോസാ. നല്ല ക്യൂ ആണ്, ക്രൗഡാണ് ഫുള്ള്. എന്താണ് റിനൂസോടെ നിൽക്കുന്നുണ്ട്, ക്യൂ നിൽക്കുന്ന 1 മണിക്കൂർ മേലായി. നമ്മള് കേറിട്ടതിനുള്ളിൽ നമുക്ക് കാണാം. ആദ്യം പുറത്തിട്ടതാണ് കേട്ടോ. കമോൺ കമോൺ. കിളിമീനൊക്കെ ഉണ്ട് ആക്കണ് കണ്ടോ അവിടെ അല്ലേ? കണ്ടോ ഗൈസ്, കിളിമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കിളിമീനല്ലല്ലോ, അതിന്റെ വലുതാട്ടോ. കണ്ടോ, മരത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ വെള്ളം ചാട്ടം. സൂപ്പറല്ലേ? ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാ എന്താ പുകയൊക്കെ വരുന്നേ? ചീറ്റലോ? പിന്നെ ഇവിടെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ അതിന്റെ ഉള്ളത് മീൻ ആരും കൊണ്ടുപോകില്ല. മേലെ വലയിട്ടിക്കണ്, കാക്കച്ചയൊക്കെ കുത്തി കൊണ്ടാൻ പറ്റില്ലല്ലോ. എന്താ സത്യല്ലേ അല്ലേ? ഞെട്ടിട്ടോ കമോൺ കമോൺ. മനസ്സിലേ? ഇഷ്ടംപോലെ മീനുണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. മരം വെച്ചു കൊടുക്കണത്. മരം എന്തിനാ? പല വീടാ. ഞാൻ അവിടുത്തെ ഇന്നാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോണം കേട്ടോ. സാധനം ഒന്ന് കാണിച്ചറാ.
അടിച്ചെണ്ണ കൊണ്ടിട്ടോ ഒരു ചെടിയൊക്കെ കണ്ടിട്ട് പറിച്ചാൻ തോന്നലേ പറിച്ചാൻ പറ്റാവോ ഇതെന്താ എന്താ സ്റ്റാർ ഫിഷിലെ മുക്കണ്ട ശരിക്കും മീനാണ് തോന്നുന്നില്ലല്ലേ കണ്ടോ അത് കിടക്കണുണ്ടോ ആമന്റെ പുറത്താ കിടക്കണോന്ന് ഓല് രണ്ടാളും ഒരു കുടുംബത്തിലാ ഇതെല്ലാം രണ്ടാളുണ്ട് ഇവിടെ ഇതിനൊക്കെ വെച്ച് കൊടുക്കണേ ഇതൊക്കെ കടലത്തെ മീനാ ഇതെന്താ ആമേ ആമേ അപ്പൊ കൊറേ മീനുകളുണ്ട് നമുക്ക് ചൂണ്ടലിടാനൊന്നും പറ്റൂല ചൂണ്ടലിടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇട്ടീനി നമുക്ക് വരികൊണ്ടാവാം ഇതാണ് നീലപ്പൊന്മഞ്ഞി അതൊക്കെ അതേ കുടുംബാൻ തോന്നല്ലേ മറ്റേ ഒരു സാധനം കഴിഞ്ഞോ ലൈറ്റ് ഒക്കെ എങ്ങനെ ഇടുമ്പോ തീർന്ന് അതിന്റെ പോലെ അതോ ഞാൻ ഇങ്ങനെ ആവൂട്ടോ കണ്ടോ ഇതിന് കറക്കാണ് ഇഷ്ടം അതിന് തലറങ്ങണ മാതിരി നടക്കും കണ്ടോ ഉണക്കമീ മാതിരി ഞണ്ട് എന്താ നിന്റെ പേരെന്താ ചെമ്മീന് അല്ലേ ചെമ്മീനാ ഇത് കണ്ടോ ഇത് ശരിക്കും നമ്മള് അതിലൊക്കെ ഉണ്ടോ അവിടെ പുല്ല് വെച്ചിട്ട് ഇതൊക്കെ ചെമ്മീനാണ് ഇത് കടുക് ഇട്ടെടുത്തല്ലേ കടുകല്ലത് കടുകാണോ അങ്ങനെ എടുത്തായിട്ട് നമുക്ക് ശ്വാസം മുട്ടിയില്ലേ ആ മീനുകളൊക്കെ കൂട്ടിലിട്ടായിട്ട് ഞങ്ങളൊന്ന് പറക്കാനായിട്ടുള്ളൂ ഇതൊക്കെ എന്ത് മീനാ ഇതാണ് വാല് മീനല്ലേ രണ്ട് വാലാക്കണേ അങ്ങനെയല്ലേ രണ്ട് കൊമ്പിലെ വാല് കുറെ മീനുണ്ട് ഇതിന്റെ ഉള്ളില് ആക്കണ വത്തലാക്കണ വത്തല് കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടാക്ക് അതില് വീണ് കേട്ടോ ഈ ഓറഞ്ച് മീനിന്റെ വേഗത്താണ് വത്തല് ഇതാണ് റെഡും വൈറ്റും ഇതെന്താണ് നല്ല രസമുള്ള മീനാണ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് എന്നാലും വലിയ ബോർഡാണല്ല ഇതങ്ങനെ കുറച്ച് മരക്കൊമ്പൊക്കെ ഇങ്ങനെ വെച്ചേക്ക എന്നിട്ട് ടൈം ഇങ്ങനെ കുറച്ച് മണ്ണും ചെളിയൊക്കെ വെച്ചിട്ടാണ് ടൈം കൊറേ ചെടി കുച്ചിട്ടേക്ക കണ്ടോ വെള്ളമൊക്കെ നമ്മളെ വീട്ടിൽ തെറിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ തോക്കുക ഈ ചെടി നമ്മളെ വീട്ടിലില്ല പറിച്ചാലോ റയലളകും തോന്നുന്നു വെള്ളത്തിലായിട്ട് പടക്കണ് ഇതൊന്നും തണുക്കൂലേ അല്ലേ മീനൊക്കെ എന്റെ തടി നോക്കി മെല്ലെ തീറ്റ തോന്നുന്നു ജിമ്മിനോ പോയി കഴിച്ചിട്ട് ഇതാണ് മീൻ അത് മീൻ കരിമീൻ കരിമീനാണ് അത് കുട്ടിയും ഇതൊക്കെ കിളിമീന്റെ കുടുംബത്തിൽ പെട്ടതാണ് ഞാൻ ഷൂമീന് ഒരു ഷൂവിന്റെ ഉള്ളിലാണ് ഈ മീനുകളൊക്കെ ഉള്ളത് കണ്ടോ ഈ മീൻ എങ്ങനെ നീന്താ ചോദിച്ചാ തല കുത്തനെ താഴത്തുനിന്ന് മേലക്ക് അല്ലേ അല്ല ചേച്ചിയ ഇനി അടുത്ത മീൻ കാണിച്ചു മലമീന് അല്ലേ ഈ മീനിനെ പറ്റി പറയണെങ്കി അറിയില്ല എന്താ പറയാ ഇത് കണ്ടോ ഇതൊക്കെ അങ്ങത് കാണിച്ചു തരാനാണ് ഇതിലൊക്കെ ഉണ്ട് ഇത്രയും മീനുകളുണ്ട് കായ
വാ ഇത് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? ഇതാണ് പാരീസ് മീന്. പാരീസ് ഇങ്ങനെ ഇതേപോലെ അല്ലേ? ജാസ് ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഉണ്ടെന്നേ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ മീനുകള്. അത് കഴിഞ്ഞ ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. വീക്കെൻഡ് കൊണ്ട് നല്ല നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാരും ഇതുണ്ടെങ്കില് ഇത് നല്ല രസല്ലേ? ഈ ഇന്റീരിയർ നമുക്കും കൊടുക്കാം. നല്ല ആ റൗണ്ട് കഴിയും. ഇത്രയൊക്കെ മീനല്ലാണ്ട് ദുനിയാവിലുണ്ടല്ലേ? അവർക്കൊക്കെ ഇങ്ങനെ എന്തോ വെച്ചുണ്ട് കോഴിക്കൊക്കെ. എന്താ ഈസ എന്താണോ നമ്മളെ പുല്ല്. ഇത് നല്ല രസല്ലേ? ഇതെന്താന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും. അതിനാണ് ഈ ഇങ്ങനൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പോവാം. കഴിഞ്ഞ ഇത്ര ഉള്ളു ഇവിടെ. ഞങ്ങള് ഒരാൾക്ക് 118 വെച്ച് 200 സംതിങ് രൂപന്റെ ടിക്കറ്റ് എടുത്ത് അണ്ടർഗ്രൗണ്ട് അക്കരെ വിചാരിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളിൽ കയറിയപ്പോ ജസ്റ്റ് 4 അക്വേറിയത്തിന്റെ 4 ഗ്ലാസ് കൂടി കുറച്ച് മീനുകൾ വെച്ചിട്ട് ഒന്നുമില്ല അല്ലെ? നമ്മളെ ഞങ്ങൾ പറ്റിച്ച്. ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. അക്വേറിയം കാണുമ്പോ വലിയ ഹെവി ഇതായിട്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് കാണണേ ആരും കേട്ട് വരണ്ട കേട്ടോ. അപ്പൊ ഞങ്ങൾ അക്വേറിയം കണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ ഒരു ചെറിയ ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങള് കാര്യമായിട്ട് വന്ന എന്തിനാ ചോദിച്ചാ, ഞങ്ങളെ നിക്കാഹ് ആനിവേഴ്സറി ആണ് അല്ലേ? സെക്കൻഡ് നിക്കാഹ് ആനിവേഴ്സറി ആണ് ഓഗസ്റ്റ് 14. അന്ന് എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഗൈസ്. അന്റതോ ഇന്റതോ അറിയും. ഞാൻ പോവാണ്. ടിക്കറ്റ് എടുത്തോളി. ഞാൻ പോവാ. ഞാൻ എടുക്കോ? ഇവിടെ വന്നിട്ട് ഒരു 100 നാട്ടിൽ പറഞ്ഞിട്ട് പോണില്ല. ടിക്കറ്റ് എടുത്ത പോവില്ല. ഞാൻ ടിക്കറ്റ് എടുത്തു തരാൻ പറയലില്ലേ? നാളെ എടുത്തരാം. പോയിക്കോട്ടെ. ഉറപ്പല്ലേ? അപ്പൊ ഞാൻ നാളെ നാട്ടിൽ പോയിട്ടോ. ഫോണിന്റെ ചാർജ് ഓൾമോസ്റ്റ് ഞാൻ കയ്യിലുണ്ട്. വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്തോ. അപ്പൊ ഇനി നമ്മളെ ആനിവേഴ്സറി വീഡിയോ ഒക്കെ വരാണ്ട് കേട്ടോ അല്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഞങ്ങൾ ഞായറാഴ്ച റൂമിൽ ഇരുന്നപ്പോ ജസ്റ്റ് ഔട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഇവിടെ അക്വേറിയം കബൻ പാർക്ക് വന്ന് കഴിഞ്ഞ് ഇനി അടുത്ത ഞായറാഴ്ച നമ്മള് വേറെ സ്ഥലത്ത് പോകണ്ടല്ലേ? അത് നിങ്ങള് ഞെട്ടും. അന്ന് ഇതില്ലേ ലാൽബാഗില്. ഓക്കെ, അപ്പൊ ലാൽബാഗിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അടുത്ത വീക്കെൻഡ് ഞങ്ങൾ അവിടേക്ക് പോണ ലാൽബാഗത്ത്. അടുത്തൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ഇടുക. പിന്നെന്താ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.